കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വച്ച കഥ, ഭരദ്വാജന്റെ മകനായ യവക്രീതൻ വരങ്ങൾ വാങ്ങി അദ്ദേഹത്തിന് അതിലൊരു അഹന്ത വന്നു ചേർന്നു. ഗർഭം വരുന്നു എന്ന് കണ്ടിട്ട് അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നീ ഒരിക്കലും അഹങ്കരിക്കരുത്. ദേവന്മാർ വരം കൊടുത്തത് എന്തായിരുന്നു? അച്ഛനും മകനും ഗുരുമുഖത്തു നിന്നല്ലാതെ തപസ്സിന്റെ ശക്തി കൊണ്ട് രണ്ടുപേർക്കും വേദങ്ങൾ തനിയെ ഉള്ളിൽ പ്രകാശിക്കും, വേദജ്ഞാനം ഉണ്ടാകണം എന്നുള്ള വരം നേടി, മറ്റു തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് വരം നേടിയിട്ട് അല്പം ഒരു അഹങ്കാരം വന്ന തൻ്റെ മകനെ ഭരദ്വാജൻ ഉപദേശിക്കുകയാണ്. നീ അഹങ്കരിക്കരുത് മോനെ. അതൊരു കഥ പറഞ്ഞു കൊടുത്തു, മേധാവിയുടെ കഥ പറഞ്ഞു കൊടുത്തു. അതായത് ബാലധി എന്ന മഹർഷിയുടെ മകനായിട്ട് ജനിച്ച മേധാവി എങ്ങനെയാണ് ഈ ഒരു സാഹസ പ്രവൃത്തി കൊണ്ട് ധനുഷാക്ഷൻ്റെ തപശക്തിയുടെ മുന്നിൽ മരിച്ചുപോയി, അങ്ങനെ മകൻ നഷ്ടപ്പെട്ടു പോയ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിനക്കും അങ്ങനെ പറ്റിപ്പോകരുത്. നീ എൻ്റെ സുഹൃത്തായ രൈഭ്യൻ്റെയും മക്കളുടെയും അടുത്ത് പോകരുത്. കാരണം അവർ തപസ്സുകളാണ്, അതുപോലെ ക്രോധം വരുന്നവരുമാണ്. അവർ നിന്നെ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞു. യവക്രീതൻ അങ്ങനെ അവരെ ഞാൻ ഉപദ്രവിക്കുകയില്ല അച്ഛ എന്ന് പറയുകയും ചെയ്തു. അവരോട് ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ വൈശാഖ മാസം വന്നു, നല്ല മനോഹരമായ അന്തരീക്ഷം. യവക്രീതൻ നിർഭയനായിട്ട് പല സ്ഥലത്തും കളിച്ച് നടന്ന് രൈഭ്യമുനിയുടെ ആശ്രമ സമീപം എത്തി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. രൈഭ്യൻ്റെ മകനായ പരാവസു, അതുപോലെ അർവാവസു, രണ്ട് മക്കളാണ് ഇന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അതിൽ പരാവസുവിൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. അവൾ ഒരു കിന്നരിയെ പോലെ സുന്ദരിയായിരുന്നു. അവളെ കണ്ട് ഈ യവക്രീതന് ഉള്ളിൽ കാമം ജനിച്ചു. യാതൊരു ലജ്ജയുമില്ലാതെ നിർലജ്ജനായിട്ട് അന്യപുരുഷന്റെ ഭാര്യയാണ് എന്ന് പോലും ഓർക്കാതെയോ അറിയാത്തത് കൊണ്ടോ എന്നറിയില്ല, അവളോട് ചോദിച്ചു, നീ എന്നെ വരിക്കൂ, നമുക്ക് ഒരുമിച്ച് വിഹരിക്കാമെന്ന് പറഞ്ഞു. അവൾ അതിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം മഹാക്രോധനാണ്, ശാപം നൽകും എന്നുള്ള പേടി കൊണ്ട് ശാപഭീതയായിട്ട് ഈ യവക്രീതനെ അവൾ അനുസരിക്കുകയും അങ്ങനെ അവർ ഒരുമിച്ച് ശയിക്കുകയും ചെയ്തു. അങ്ങനെ എന്ന് വെച്ചാൽ അവളെ നശിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അവളെ എന്ത് ചെയ്തു? തഥ ഏകാന്തമുന്നീയ മജ്ജയാമാസ ഭാരത. അവളെ ഏകാന്തത്തിൽ ഒറ്റക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവളെ മുക്കിക്കളഞ്ഞു എന്ന് പറയുന്നത്. മുക്കിക്കളഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം, ഒരു മഹർഷി ഇത്തരം കൊടും ക്രൂരത ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വ്യാസൻ അങ്ങനെ ഒരു സങ്കേതത്തെ ഉപയോഗിച്ചുകൊണ്ട് അവളെ പാപത്തിൽ മുക്കിക്കളഞ്ഞു. മജ്ജയാമാസ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അവളുടെ ചാരിത്രം കവർന്നെടുത്തു എന്നാണ് അർത്ഥം. ഏതായാലും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഭർത്താവിൻ്റെ അച്ഛനായിട്ട് രൈഭ്യമുനി വന്നു, കാര്യം തിരക്കി. അവൾ നടന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ രൈഭ്യൻ, മഹാകോപിഷ്ഠനായിട്ടുള്ള രൈഭ്യൻ എന്ത് ചെയ്തു? തൻ്റെ തലയിലുള്ള ഒരു ജട പറിച്ചെടുത്തു. അത് സംസ്കരിച്ച അഗ്നിയിൽ അദ്ദേഹം അത് അങ്ങനെ ഹോമിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും സുന്ദരിയായ ഒരു ഒരു വലിയൊരു ഒരു രൂപം, അത് സുന്ദരിയായിരുന്നു, ജനിച്ചു. അപ്പോൾ ഈ സുന്ദരിയായ കൃത്യയെ കൊണ്ട് കാര്യം നടക്കില്ല എന്ന് തോന്നിയിട്ട് അദ്ദേഹം വീണ്ടും ജട പറിച്ചെടുത്ത് അഗ്നിയിൽ വീണ്ടും സ്വാഹ എന്ന് പറഞ്ഞ് ഹോമിച്ചപ്പോൾ അതിൽ നിന്നും ഘോരനായ ഒരു രാക്ഷസൻ ജനിച്ചു. ആ രാക്ഷസനോട് ഇദ്ദേഹം കൽപ്പിച്ചു, നീ ചെന്ന് യവക്രീതനെ വധിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ആ രാക്ഷസ് യവക്രീതനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശൂലവും എടുത്തു കൊണ്ടുപോവുകയാണ്. അതേസമയത്ത് ഈ ആദ്യം ജനിച്ച സുന്ദരിയായ കൃത്യം എന്ത് ചെയ്തു? യവക്രീതനടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കമണ്ടലു അപഹരിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ ഉച്ഛിഷ്ടനാക്കി. അതായത് കാല് കഴുകി ആചമിക്കുക, ശരീരശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് കമണ്ടലും ആവശ്യമുണ്ടല്ലോ. അത് കവർന്നെടുക്കുന്നതിലൂടെ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഒരു മലമൂത്ര വിസർജനം ചെയ്യുക, തുപ്പുക, മൂക്ക് ചീറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ കൈ നനക്കുക, കണ്ണ് നനക്കുക, ആചമനം ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ അദ്ദേഹത്തിന് അശുദ്ധി വന്നു എന്നർത്ഥം. ഈ അശുദ്ധി വന്ന സമയത്ത് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ അഗ്നിയിൽ നിന്നുണ്ടായ രാക്ഷസൻ ശൂലവുമായിട്ട് ഇദ്ദേഹത്തിന് അടുത്തേക്ക് വന്നു. ഇദ്ദേഹം ജീവനം കൊണ്ട് ഓടി ഒരു സരസിൽ ചാടാൻ നോക്കി. അപ്പോൾ ആ സരസിൽ വെള്ളം പറ്റിപ്പോയി. അദ്ദേഹം ചെന്ന് മറ്റു സരസുകളിൽ ചാടാൻ നോക്കി, ആ സരസുകളിലും വെള്ളം പറ്റിപ്പോയി. ഇങ്ങനെ വന്ന് അദ്ദേഹം നേരെ തിരിച്ചു ഓടി തൻ്റെ അച്ഛനായ ഭരദ്വാജന്റെ അഗ്നിഹോത്രശാലയിൽ, എന്നും അഗ്നി ഇങ്ങനെ ഹോമാഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിഹോത്രശാലയിലേക്ക് ഓടിക്കയറുമ്പോൾ ആ അഗ്നിഹോത്രശാലയിൽ അഗ്നിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ശൂദ്രനെ പണിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ശൂദ്രൻ കണ്ണു കാണാത്ത ആളായിരുന്നു. അപ്പോൾ യവക്രീതൻ ചാടി അഗ്നിഹോത്രശാലയിലേക്ക് കയറുമ്പോൾ ആരോ അക്രമകാരിയാണെന്ന് കരുതിയിട്ട് ഈ ശൂദ്രൻ ഇദ്ദേഹത്തെ കയറി പിടിച്ചു. ഇദ്ദേഹത്തിൻ്റെ മകനാണെന്ന് അറിയില്ല. തടഞ്ഞു വെച്ച് അങ്ങനെ ഒരു ബലാബലം നടക്കുന്ന സമയത്ത് ഈ രാക്ഷസൻ വന്ന് പിടിച്ചു വച്ചിരിക്കുന്ന ഈ യവക്രീതന്റെ നെഞ്ചിലേക്ക് ഈ ശൂലമെടുത്ത് കുത്തുകയും ഹൃദയം പിളർന്ന് യവക്രീതൻ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു.
രാക്ഷസ് തിരിച്ചുപോയി തൻ്റെ കൂടെ ജനിച്ച ആ സുന്ദരിയായ ആ കൃത്യയോടൊപ്പം സുഖമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭരദ്വാജൻ കുറച്ച് പഴങ്ങളും പുഷ്പങ്ങളൊക്കെ ആഹരിച്ച് തിരിച്ചു വന്നു. ആശ്രമത്തിൽ വന്നപ്പോൾ വിഷണ്ണനായിരിക്കുന്ന ശൂദ്രനെ കണ്ടു. എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇവിടെ അഗ്നിയൊക്കെ കെട്ടുകിടക്കുന്നല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞു. ശൂദ്രൻ കാര്യം പറഞ്ഞപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ഭരദ്വാജ മഹർഷി. മോനെ, ഞാനും നിന്റെ കൂടെ പ്രാണൻ ത്യജിക്കുകയാണ്, മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ക്രോധത്തോട് കൂടിയിട്ട് എൻ്റെ മോനെ കൊന്ന രൈഭ്യൻ, അവനെ ഞാൻ വെറുതെ വിടുകയില്ല. അവൻ ചെയ്യാത്ത കുറ്റത്തിന് സ്വന്തം മകൻ്റെ കൈകൊണ്ട് മരിക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപം കൊടുത്തു. ശാപം കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് പിന്നീട് പശ്ചാത്താപം ഉണ്ടായി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് പുത്രനെ നഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ മിത്രത്തെ ശപിക്കുകയും ചെയ്തു, ഞാൻ എന്തൊരു മഹാപാപിയാണ്, ഞാൻ ഇനി ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞ് സ്വന്തം മകനെ ചിതകൂട്ടി ദഹിപ്പിച്ച് അതുപോലെ അദ്ദേഹവും സ്വന്തം ശരീരം അഗ്നിയിലേക്ക് ഹവനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഗ്നിക്ക് സമർപ്പിച്ചുകൊണ്ട് അഗ്നിയിൽ ചാടി സ്വന്തം ജീവൻ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ശാപം ഫലിച്ചുവോ? ശാപം ഫലിച്ചു എന്നാണ് പറയുന്നത്. ബൃഹദ്യുമ്നൻ ആണ്, ബൃഹദ്യുമ്നൻ എന്ന പേരുള്ള ഒരു രാജാവ്. അദ്ദേഹം ഒരു സത്രം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ സത്രത്തിൻ്റെ പുരോഹിതനായിട്ട് നമ്മുടെ രൈഭ്യ മുനിയെ ആണ് സ്വീകരിച്ചത്. രൈഭ്യ മുനി അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. തൻ്റെ മക്കളായ അർവാവസുവിനെയും പരാവസുവിനെയും തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ട് പോയി. യജ്ഞശാലയിൽ താമസിച്ചുകൊണ്ട് അവർ യജ്ഞത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ രൈഭ്യനും മക്കൾ ഇടക്കിടക്ക് തൻ്റെ ആശ്രമത്തിൽ തിരിച്ചു പോകും. ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. അങ്ങനെ രൈഭ്യൻ ഒരു തവണ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. വൈകുന്നേരമായപ്പോൾ നമ്മുടെ ഈ പരാവസു തൻ്റെ ഗൃഹകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, വീട്ടിലെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ആശ്രമത്തേക്ക് തിരിച്ചു വന്നു. രാത്രി സമയത്ത് രൈഭ്യൻ എന്തോ ആവശ്യത്തിന് കൃഷ്ണാജിനം ധരിച്ചുകൊണ്ട്, കൃഷ്ണമൃഗത്തിൻ്റെ തൊക്ക ഈ ചർമ്മമാണല്ലോ, അത് ധരിച്ചുകൊണ്ട് അദ്ദേഹം കാട്ടിൽ എന്തിനോ വേണ്ടി നടക്കുമ്പോൾ ഈ മകനായ പരാവസു ഇരുട്ടത്ത് ഇദ്ദേഹത്തെ കണ്ടിട്ട് ഒരു മൃഗമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഈ മൃഗം എന്നെ ആക്രമിച്ച് കളയും എന്ന ഭയം കൊണ്ട് എന്തോ ആയുധമെടുത്ത് ഇദ്ദേഹം പ്രയോഗിക്കുകയും അങ്ങനെ തൻ്റെ അച്ഛൻ ഒരു മൃഗമാണ് എന്ന് കരുതി തെറ്റിദ്ധരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്ത് ചെയ്യും? അപ്പോൾ ഇത് ആ ഭരദ്വാജന ശാപത്തിൻ്റെ ഫലം തന്നെയാണ്, ശാപം തന്നെയാണ് ഫലിച്ചത്. ഉറക്കച്ചടവിൽ അങ്ങനെ ചെയ്തു പോയി. അച്ഛനാണെന്ന് മനസ്സായപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹം അച്ഛൻ്റെ സംസ്കാരമൊക്കെ വേണ്ട പോലെ ചെയ്തതിന് ശേഷം നേരെ യജ്ഞശാലയിലേക്ക് വന്നിട്ട് തൻ്റെ സഹോദരനായ അർവാവസുവിനോട് പറഞ്ഞു, എനിക്ക് ബ്രഹ്മഹത്യാ പാപം വന്നിരിക്കുന്നു. ആ ബ്രഹ്മഹത്യാ പാപം ഉള്ളതുകൊണ്ട് എനിക്ക് യജ്ഞശാലയിൽ കയറി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നീ യജ്ഞം പൂർത്തിയാക്കുക, ഞാൻ അതിൻ്റെ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അർവാവസു പറഞ്ഞു, ഭ്രാതാവെ, ഒരു കാര്യം ചെയ്യൂ, അങ്ങ് യജ്ഞാദി കാര്യങ്ങൾ ചെയ്യൂ. അങ്ങയുടെ ഈ ബ്രഹ്മഹത്യാ പാപം ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്തിട്ട് വരാം. ഒരു ത്യാഗം, തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ഒരു ത്യാഗം. അങ്ങനെയൊക്കെ പണ്ട് ചില ബ്രാഹ്മണർ ചെയ്തതായിട്ട് നമുക്ക് കഥകൾ, പല ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ട്. പാപത്തെ സ്വീകരിക്കുക, യാജ്ഞവൽക്യനൊക്കെ അങ്ങനെ സ്വീകരിച്ചതായിട്ട് ഭാഗവതം പറയുന്നുണ്ട്. നമ്മുടെ നാരായണ ഭട്ടതിരി അങ്ങനെ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഐതിഹ്യം. അങ്ങനെ പ്രായശ്ചിത്തം ഞാൻ ചെയ്തോളെന്ന് എന്ന് പറഞ്ഞ് അർവാവസു യജ്ഞശാല വിട്ട് പോയി. പ്രായശ്ചിത്തമൊക്കെ ചെയ്തിട്ട് അതിന് തിരിച്ച് യജ്ഞശാലയിൽ വരുന്ന സമയത്ത് ഈ പരാവസു എന്ത് ചെയ്തു? പരാവസു രാജാവിനോട് പറഞ്ഞു, നമ്മുടെ യജ്ഞം നടത്തുന്ന രാജാവായിട്ടുള്ള ബൃഹദ്യുമ്നൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ബൃഹദ്യുമ്നനോട് പറയുകയാണ്, നോക്കൂ, അവൻ ബ്രഹ്മഘാതിയാണ്, ബ്രഹ്മഹത്യാ പാപം ചെയ്തവനാണ്. അവൻ യജ്ഞശാലയിലേക്ക് കയറരുത്. അവനെ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ പോലും അങ്ങക്ക് ദോഷം വരും. അതുകൊണ്ട് യജ്ഞം മുടങ്ങാതിരിക്കാൻ അവനെ തടയൂ എന്ന് പറയുകയാണ്. അപ്പോൾ രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, അടിച്ച് ഓടിക്കുക അവനെ എന്ന് പറഞ്ഞു. ഭൃത്യന്മാരായിട്ടുള്ള ആളുകൾ അർവാവസുവിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ ബ്രഹ്മഘാതി അല്ല, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറയുമ്പോൾ ഈ ഭൃത്യന്മാരെ പറഞ്ഞു, എടാ ബ്രഹ്മഘാതി, ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ബഹളം വെച്ചു, ചീത്ത വിളിച്ചു. അദ്ദേഹത്തെ ശാരീരികമായിട്ടൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പിടിച്ച് പുറത്താക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭ്രാതാവാണ് വാസ്തവത്തിൽ ആ കുറ്റകൃത്യം ചെയ്തത്, ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. അദ്ദേഹത്തെ അവിടുന്ന് ബലമായി ഓടിച്ചു. ആ അർവാവസു എന്ത് ചെയ്തു? എവിടെയോ ചെന്ന് ഉഗ്രം തപസ്സമാസ്ഥായ ദിവാകരമഥാശ്രിത രഹസ്യവേദം കൃതവാൻ സൂര്യസ്യ ദ്വിജസത്തമ. അദ്ദേഹം സാക്ഷാൽ ദിവാകരനെ, സൂര്യഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഉഗ്രമായ തപസ്സിൽ ഏർപ്പെടുകയാണ്. ആ തപസ്സിൽ അദ്ദേഹം വേദങ്ങളിലുള്ള ഒരു രഹസ്യ മന്ത്രത്തെ,
ആർക്കും അറിയാത്ത ഒരു ഗൂഢമായ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് സൂര്യനെ അദ്ദേഹം തപസ് ചെയ്തിട്ട് സൂര്യൻ പ്രത്യക്ഷമായി അനുഗ്രഹിച്ചു. മറ്റു ദേവന്മാരും അദ്ദേഹത്തിന് മുന്നിൽ വന്ന് പ്രത്യക്ഷമായപ്പോൾ അവർ അർവാവസുവിനോട് പറഞ്ഞു, അങ്ങക്ക് യജ്ഞശാലയിൽ കയറാനുള്ള അധികാരം ഞങ്ങൾ തന്നിരിക്കുന്നു. പരാവസുവിനെ ആ പൗരോഹിത്യ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അങ്ങ് ചെന്ന് ഈ യാഗം പൂർത്തീകരിക്കാൻ ഞങ്ങൾ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അർവാവസു അവരെ തൊഴുതു, നമസ്കരിച്ചു, സന്തോഷമായി എന്ന് പറഞ്ഞു. അർവാവസുവിനോട് ദേവന്മാരെ പറഞ്ഞു, ഇനി അങ്ങ് എന്തെങ്കിലും വരങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അർവാവസു ദേവന്മാരുടെ 3 വരം ചോദിച്ചു. എന്താണ്? തൻ്റെ അച്ഛൻ ജീവിച്ചു വരണം എന്നായിരുന്നു. അച്ഛനോടുള്ള സ്നേഹം, ആദരവ്. പിന്നെയോ തൻ്റെ ഭ്രാതാവ് ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും മുക്തനായിട്ട് പഴയതുപോലെ ആകണം. ഭ്രാതാവിനോടുള്ള സ്നേഹം അപ്പോഴും അദ്ദേഹം ഉപേക്ഷിച്ചില്ല. ചതിയനായ സഹോദരന് വേണ്ടിയിട്ട് അദ്ദേഹം പാപമുക്തി പരമായിട്ട് വാങ്ങുകയാണ്. 3-ാമത്തെ അവരെന്തായിരുന്നു? തൻ്റെ അച്ഛൻ്റെ ക്രോധം കൊണ്ടും രാക്ഷസന്റെ കൈകൊണ്ടും മരണപ്പെട്ട യവക്രീതൻ്റെ അച്ഛനായ ഭരദ്വാജനും വീണ്ടും ജീവിച്ചു വരണം എന്നായിരുന്നു. അപ്പോൾ നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു ഈ അർവാവസു. തപസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമായി ഇന്നും നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കും. ഇത് കേട്ടിട്ട് ദേവന്മാർ ഏവമസ്തു, ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ യവക്രീതനും ജീവിച്ചു, അച്ഛനായ ഭരദ്വാജനും ജീവിച്ചു വന്നു. ഭ്രാതാവ് സഹോദരനായിട്ടുള്ള പരാവസുവിൻ്റെ പാപം ഇല്ലാതെയായി. അച്ഛനായ രൈഭ്യനും ജീവിച്ചു. തപസ്സിൻ്റെ പ്രഭാവം കൊണ്ട് ഇവരൊക്കെ തന്നെ വീണ്ടും ജീവിച്ചു. ഈ സന്ദർഭത്തിൽ നമ്മുടെ യവക്രീതൻ, അദ്ദേഹം സാഹസം കാണിക്കുന്നവനാണ്, മഞ്ഞു പരിപ്ലതനാണ്. ആ സ്വഭാവം അദ്ദേഹം കൈയൊഴിഞ്ഞോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം ദേവന്മാരുടെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അല്ലയോ ദേവന്മാരെ, ഞാൻ വേദം പഠിച്ചു, എൻ്റെ അച്ഛനും വേദം പഠിച്ചു, ഞങ്ങൾക്ക് വേദജ്ഞന്മാരാണ്, പണ്ഡിതന്മാരാണ്, തപസ്സുകളുമാണ്. എന്നിട്ടും ആ രൈഭ്യൻ എന്ന മുനിക്ക് എന്നെ വധിക്കാൻ സാധിച്ചു. അതെങ്ങനെ സാധിച്ചു? എന്തുകൊണ്ടാണ് സാധിച്ചത് എന്ന് ചോദിച്ചു. ചോദ്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഭാവം മാറിയിട്ടില്ലായിരുന്നു. ദേവന്മാർ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞു. മൈവം കൃതായവക്രേത യഥാവത് വൈ മുനേ. ഹേ മുനേ, അങ്ങ് പറയുന്നത് ഇതൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാനും പറയാനും പാടില്ല. അതൊക്കെ തന്നെ ദോഷമാണ്. മനസ്സിലങ്ങനെ ഇപ്പോഴും മഞ്ഞു കൊണ്ടു നടക്കാൻ പാടില്ല. എന്താണ് ഇത് കാരണമെന്ന് ഏതായാലും ഞങ്ങൾ വിശദീകരിക്കാം. അങ്ങ് ഗുരുവില്ലാതെ സുഖമായി വേദം പഠിച്ചു. രൈഭ്യൻ കഷ്ടപ്പെട്ട് ഗുരുവിനെ ശുശ്രൂഷ ചെയ്ത് ഗുരുപാസന ചെയ്തിട്ട് ദീർഘകാലത്തെ സേവനം കൊണ്ടും പ്രയത്നം കൊണ്ടും അദ്ദേഹം എന്ത് ചെയ്തു? കാലേന മഹത വലിയ കാലദൈർഘ്യം കൊണ്ട് അദ്ദേഹം വേദം പഠിച്ചു. വേദം പഠിക്കാൻ അദ്ദേഹം കൂടുതൽ സമയമെടുത്തു. പക്ഷെ അങ്ങ് എളുപ്പവഴിയിൽ ക്രിയ ചെയ്തു. എളുപ്പവഴിയിൽ ഒരു തപസ് ചെയ്തിട്ട് പെട്ടെന്ന് വേദത്തെ അധ്യയനം ചെയ്തിട്ട് മിടുക്കനാകാൻ ശ്രമിച്ചു. അദ്ദേഹം അതിൻ്റെ ശരിയായ മാർഗത്തിൽ, അങ്ങ് അമാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വേദം പഠിച്ചു. അദ്ദേഹം സന്മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വേദം പഠിച്ചു. ഈ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇതിനെ ചോദ്യം ചെയ്യരുത് എന്ന് ദേവന്മാരെ പറഞ്ഞിട്ട് അവിടെ നിന്നും മറഞ്ഞു എന്നാണ്. അങ്ങനെ ഈ യവക്രീതന്റെ കഥ പറഞ്ഞിട്ട് നമ്മുടെ ലോമശ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ്, രാജാവേ, ഇതാ ഈ മഹാപുരുഷന്മാർ, ഈ തപസ്സുകളായ ഋഷിമാരും ഋഷികുമാരന്മാരും യജ്ഞാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ച അവർ മുങ്ങിയ തീർത്ഥങ്ങളാണിത്. ഇതാ ഈ തീർത്ഥങ്ങൾ അങ്ങ് സ്നാനം ചെയ്തിട്ട് അങ്ങ് അവരുടെ പുണ്യത്തിൻ്റെ ഒരു അംശം അങ്ങ് സ്വീകരിക്കൂ, അങ്ങേക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി തീർത്ഥങ്ങൾ വീണ്ടും യുധിഷ്ഠിര മഹാരാജാവ് സന്ദർശിക്കുന്നു. അവിടെയൊക്കെ തന്നെ തീർത്ഥാടനം ചെയ്ത് തൻ്റെ ജീവിതത്തെ പുണ്യതമമാക്കി മാറ്റുന്നു. അർജുനൻ തപസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അദ്ദേഹം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രന് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുനന്റെ അഭാവത്തിലാണ് ഈ യുധിഷ്ഠിരൻ്റെയും മറ്റ് 3 സഹോദരന്മാരും പാഞ്ചാലിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തീർത്ഥയാത്ര. ഇനി അവർ അർജുനനെ കണ്ടെത്തുമോ? അർജുനനെ എവിടെയാണ് അവർ സംഗമിക്കുക? തുടർന്ന് അവർ അനുഭവിക്കുന്നതായ നിരവധി പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്, നിരവധി സാഹസ കർമ്മങ്ങളുണ്ട്, മഹത്തായ കാര്യങ്ങളുണ്ട്. എന്താണ് ഇനി ആ വനവാസകാലത്ത് പാണ്ഡവന്മാർ ചെയ്ത മഹത്തായ കാര്യങ്ങൾ എന്ന് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലൂടെ കേൾക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.